എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഫിഷ് ഫ്രൈ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ മസാലയൊക്കെയാണ് നമ്മളിതിന് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 7-8 ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പെരുംജീരകമാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതാണ്. ഇനി വറ്റൽമുളകില്ലാത്തവർക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി വറ്റൽമുളക് ഇങ്ങനെ പൊടിച്ചതില്ലാത്തവർക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അത് അരച്ചെടുത്താലും മതി. പിന്നെ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3-4 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഉപ്പും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചില്ലി ഫ്ലേക്സിന് അധികം എരിവില്ല, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എരിവ് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ മുളക് പൊടിയാണെങ്കിൽ ഒരു 4 മീനാണ് ഞാനിപ്പോൾ വറുക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി മാത്രം ഇട്ടാൽ മതിയായിരിക്കും, കാരണം നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അയില നന്നായിട്ട് വരയുക എന്നുള്ളതാണ്. ഇത് വരഞ്ഞ് ഇതിനകത്ത് മസാല ചേർക്കുമ്പോഴാണ് നമ്മുടെ അയിലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് അടുപ്പിച്ച് നമുക്കത് വരഞ്ഞ് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അയിലയും എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ വരഞ്ഞ ഭാഗമില്ലേ, അങ്ങോട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അതിനകത്തെല്ലാം നല്ല ഫില്ലാകുന്ന രീതിയിൽ നമ്മൾ മസാല നന്നായിട്ട് പുരട്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ മീനിലും തേച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തും മീനിൻ്റെ അകത്തും ആ വരഞ്ഞ വരയിലും അങ്ങനെ മീൻ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് നമ്മൾ വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന മസാല ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചുമ്മാ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണല്ലോ നല്ലത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന നമ്മുടെ മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റി, മറ്റേ പാത്രത്തിൽ നന്നായിട്ട് വറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതിയായിരിക്കും. ഇതിപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ടു. ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ചല്ലേ ചെയ്യാറ്. അപ്പോൾ പെരുംജീരകമൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.